Yes, ladies and gentlemen, welcome to എൻ്റെ ചാനൽ. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ദ മോസ്റ്റ് അവൈറ്റഡ് ദ മോസ്റ്റ് ഹൈപ്ഡ് ലാപ്ടോപ്പ് ഇൻ ദ ഹോൾ വേൾഡ്. അതായത് ആപ്പിൾ ഇറക്കിയ അവരുടെ ഏറ്റവും പൈസ കുറഞ്ഞ ലാപ്ടോപ്പ് അമേരിക്കയിലെ കേട്ടോ, അല്ലാതെ ഇവിടെ അല്ല. ഇവിടെ ഇതിന് 69,000-70,000 രൂപ വരും. അതായത് ബേസ് വേരിയൻറ്റിന് 2 വേരിയൻ്റാണുള്ളത്, 512ഉം 256ഉം. 2 8GB ആണ് പറഞ്ഞത്. 512 GB നമുക്ക് മറ്റേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരും. അത് ഇതിൻ്റെ അകത്ത് ഇല്ല. വെക്കാനും നോക്കണ്ട, കാര്യം നടക്കില്ല. അതുമാതിരി മദർ ബോർഡിൽ ഒരു ഇതുണ്ട്, അപ്പം അതും നോക്കണ്ട. അപ്പോൾ ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഞാനല്ല ചെയ്യാൻ പോണ. ഈ ആപ്പിളിൻ്റെ ഒരു വലിയ ഭ്രാന്തനായിട്ടുള്ളൊരു 2 പേരുണ്ട്. ഒരാളല്ല, 2 പേര്. അല്ല, അതിൽ പക്ഷേ ഒരു വലിയ ഭ്രാന്തനാണ് ഞാൻ കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ഭ്രാന്തൻ അതൊരു കോമ്പറ്റീഷനാണ്. അത് അവർ തമ്മിൽ അടിച്ച് തീർത്തോളും. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ 2 എണ്ണം മെൻ്റൽ ഡിസൂസുകളാണ് ആപ്പിളിൻ്റെ. അപ്പോൾ ഞാൻ താരം കൈമാറുകയാണ് അൺബോക്സ് ചെയ്യാനായി. ഞാൻ വിളിക്കുന്നു നമ്മുടെ സ്വന്തം പ്ലീസ്. ആപ്പിൾ ഫാൻ ബോയ് നമ്പർ 1, ആപ്പിൾ ഫാൻ ബോയ് നമ്പർ 2, വിവോ ഫാൻ നമ്പർ 1. അപ്പം നീയെ പറ്റി വല്ല അഭിപ്രായമുണ്ടോ? മാക്ബുക്ക് പറഞ്ഞോ. എടാ, ഇത് ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ ആപ്പിള് എൻ്റെ പരസ്യമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അവരുടെ എൻട്രി ലെവൽ ലാപ്ടോപ്പാണ്. പക്ഷെ നീ പറഞ്ഞപ്പോഴാണ് ഞാൻ 70,000 രൂപയാണെന്ന് അറിയണത്. പക്ഷെ അമേരിക്കയില് ഇത് പൈസ വളരെ കുറവാണ്. കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ട് അവർ $100 പിന്നെയും കുറയും. ഈ സെയിം സാധനം $499 ആവും. $500 ലൈക്ക് എത്ര? 48,000 രൂപ. 94 രൂപയായി. 94 അപ്പൊ എത്ര? 94 × 500 47,000 രൂപ. 47,000 രൂപയ്ക്ക് ഇത് സ്റ്റീലാണ്. പക്ഷെ നമ്മുടെ നാട്ടില് മറ്റേത് മറിച്ചൊക്കെ ഉള്ളതുകൊണ്ട് നടക്കൂല. 8 GB റാം, 256 GB സ്റ്റോറേജ്. 8 GB റാമിനെ പറ്റി എന്താണ് അഭിപ്രായം? 8 GB റാം. താങ്കൾ ഒരുപാട് അതില് 6 അല്ല, അതിൽ 8 എന്ന് പറഞ്ഞാൽ മറ്റേ AI ഉണ്ട്. AI ഫീച്ചേഴ്സും സാധനങ്ങളൊക്കെ 8 GB വേണം. അല്ല, നീ മാക്ബുക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. 8 GB മതിയോ? എന്റെ മാക്കിനകത്ത് 8 GB ഉള്ളൂ. അത് പഴയതാണ്. അത് 2017 ഞാൻ മേടിച്ച റാം. ഞാൻ നിനക്ക് വാങ്ങിച്ച സാധനത്തിനോ? അല്ല, അത് മാക്ബുക്ക് അല്ലല്ലോ. ഐമാക്ക് M7. അയ്യോ, അത് 8 അല്ല, 16 GB റാം. അത് എഡിറ്റ് ചെയ്ത സാധനം അത് M1. അത് 16 GB റാം ഉണ്ടായിരുന്നു. ഇത് എഡിറ്റിംഗ് ഒന്നും പറ്റൊന്നുമില്ല. അതായത് നമ്മുടെ ഐഫോണിലൊക്കെ എടുക്കുന്ന വീഡിയോസ് ഇപ്പൊ സനിയെ പോലെ ഈ സ്റ്റിച്ച് ചെയ്യുന്ന പരിപാടി മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വല്ല എഫക്ട്സ്, iMovie മറ്റേ ബേസിക് സാധനങ്ങളൊക്കെ പറ്റും. 4K എഡിറ്റിംഗ് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 4K പറ്റും, പക്ഷെ നമുക്ക് ലേയേഴ്സും മറ്റേ എഫക്ട്സും അങ്ങനത്തെ സാധനങ്ങൾ ഇടുമ്പോൾ ലാഗാവും. അതാവും. പക്ഷെ അത് ഒന്ന് കളർ ആക്യുറേറ്റ് അല്ല. 90 എത്ര ശതമാനം sRGB മാത്രമേ ഉള്ളൂ. DCI-P 3 കുറവാണ്. അപ്പൊ ഫോട്ടോ എഡിറ്റിംഗ് അത്ര ആക്യുറേറ്റ് ആയിരിക്കൂല കളർ. ഇതിപ്പം എനിക്ക് തോന്നുന്നത് എന്റെ പെങ്ങള് മെഡിസിൻ പഠിച്ചോണ്ടിരിക്കണം. അവള് തുറണം വേണം. അവക്ക് ഇതൊക്കെ ആപ്റ്റ് സാധനമാണ്. കാരണം നമ്മുടെ നാട്ടിലെ വില വെച്ചിട്ടാണ് നീ ഏറെന്ന് പറഞ്ഞത്. ഈ 47,000 രൂപയ്ക്ക് ഇത് കിട്ടുമായിരുന്നെങ്കിൽ ഇത് സജസ്റ്റ് ചെയ്തിട്ടില്ലേ? പിന്നെ ഓക്കെ, എന്തായാലും 47,000 രൂപയ്ക്ക് ഞാൻ ഇതേ സജസ്റ്റ് ചെയ്യൂ. അതെ, ബിക്കോസ് ഫുൾ മെറ്റൽ ബോഡി. ഓപ്പൺ വേണമെങ്കിൽ ഒരു വള്ളി അണ്ണ മുറിച്ചോ. ഒരു പ്രബുദ്ധ മലയാളി എന്റെ ചീത്ത പറഞ്ഞോണ്ട് എന്റെ ലാംഗ്വേജിൽ. 1 2 3. ഇതിന് ട്രോഫി ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് ചേസ് ഉണ്ടായിരുന്നു. തുറക്കട്ടാടാ. കളർ പച്ചയാണ്. പച്ചന ഇരിക്കണ സിട്രസ്. ഇതിൽ മാത്രം വരുന്ന ഒരു ടാബാണ് ഗൈസ് ഇത്. ഹലോ എന്ന് ഇതിൽ എഴുതിയിട്ടുള്ളത്. വേറെ ഒരു ലാപ്ടോപ്പിലും ഈ ടാബിൽ ഹലോ ഇല്ല. ആണല്ലേ? ഫസ്റ്റ് ലാപ്ടോപ്പ്.
എടാ ഇത് മാക്ബുക്കിന്റെ സൈസ് അല്ലേ? 13 ഇഞ്ച്. എന്റെ മറ്റേ അതിന്റെ സൈസറാ. ഇത് അന്നും ഇന്നും എന്നും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇവരുടെ ബിൽഡ് ക്വാളിറ്റി ഉണ്ടല്ലോ. എടാ ഫുൾ മെറ്റല്, നല്ല രസമുണ്ട് കേട്ടോ. നല്ല കളറ്. തുറക്കട്ടാടാ. ഒറ്റ കൈ തുറക്ക്, അവിടെ വൈ ഇത് മാറ്റി. അല്ല ഇത് ഇതിന്റെ അത് വേറെ കാണും. അതും കൂടെ എടുത്ത് നോക്കിയിട്ട് തുറക്കാം. ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. പണ്ട് മാനുഫാക്ചർഡ് ഇൻ ചൈന എന്നൊക്കെ ഇതിലൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. സ്റ്റിക്കറൊക്കെ അവർ നിർത്തി. അതെനിക്ക് ഭയങ്കര വിഷമകരമായ ഒരു കാര്യമാണ്. അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഓടിക്കാം, അത്രേ ഉള്ളൂ, കഴിഞ്ഞുള്ളൂ. ഒരു പേപ്പറൊക്കെ ഉള്ളല്ലേ ഇപ്പം? പണ്ട് കുറെ പേപ്പർ വർക്കൊക്കെ തരുമായിരുന്നു. 20 വാട്ടിന്റെ ചാർജറും. എടേ ബ്രിക്കൊക്കെ തന്നു തുടങ്ങിയടേ. ഓ അല്ല മാക്, പക്ഷെ ഇത് കുഞ്ഞു ബ്രിക്ക് കേട്ടാ. 20 വാട്ട്. അയ്യോ ലുട്ടാഫി സാരം കേസ്. 20 വാട്ടും വയറും പിന്നെ അതിന്റെ കേബിള്. യെസ്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും വയറിന്റെ ടെൻഷൻ മാറിയല്ലേ. ഇത് മറ്റേ ബ്രൈഡഡ് വയറാണ്. ഇത് ബ്രൈഡാണ്. അപ്പം മറ്റേ ഒരഞ്ഞും തേഞ്ഞും പൊട്ടോന്നുള്ള ടെൻഷൻ വേണ്ട. നല്ല വിലയാണ് ഗൈസ് ഇതിന്. നോക്കാം എന്താ അവിടെ താഴെ വെച്ചിട്ട് തുറക്കുക. വൈറ്റ്. ഒറ്റ കൈ കൊണ്ട് തുറക്കാൻ പറ്റുമോ ഇല്ലയോ ഇപ്പൊ കാണാം. തുറക്കട്ടെ. ഓ സിമ്പിൾ. ഓ ഓണുമായി. ഉദ്ഘാടനം കഴിച്ച സുഹൃത്തുക്കളെ, അത് മറ്റേ ഒട്ടാത്ത സാധനമാണ്. ഓ ലോഡിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രഷർ സെൻസിറ്റീവ് അല്ല കേട്ടോ. മറ്റേതല്ല, ഹാപ്റ്റിക് അല്ല, മെക്കാനിക്കൽ തന്നെയാ. അയ്യോ അത് അവർക്ക് നല്ല പച്ച കളർ. കണ്ടിന്യൂ അടിക്കട്ടോ. നല്ല ഡിസ്പ്ലേ ആണ്, നല്ല ഡിസ്പ്ലേ. കുറച്ച് ബ്രൈറ്റ്നസ് കുറവാണ്. ഇതാണോ മാക്സിമം? അല്ലല്ല. ഓ നല്ല ബ്രൈറ്റ് കേട്ടോ. 500 നിറ്റ്സ് ആണ്. 500 നിറ്റ്സ്. LCD അല്ലേ? LCD ഇന്ത്യ. കണ്ടിന്യൂ ഫ്രം എ മാക് സെറ്റപ്പ് ആസ് ന്യൂ കൊടുക്കാമല്ലോ. കണ്ടിന്യൂ മറ്റേ സാധനമൊക്കെ അടിക്കണം. നോട്ട് നൗ. ഓ ഇതെന്തിനാണോടാ? ഇത് കയറിയാലേ പറ്റൂ. വീട്ടിൽ പോയി ചെയ്യാം. ഓക്കെ. ഓ എടാ ഇത് ഫുള്ള് പച്ച കേട്ടോ. ഭയങ്കര രസമുണ്ട്. നല്ല രസമുണ്ട്. കീപാഡ് ലൈറ്റ് പച്ച. കീബോർഡൊക്കെ ആപ്പിളിന്റെ സെയിം നല്ല. മറ്റേ എനിക്ക് ട്രാക്ക് പാഡ് അവർക്ക് ഹാപ്റ്റിക് ആക്കിയിരുന്നു. എനിക്കൊന്ന് അതിൽ പൈസ സേവ് ചെയ്താണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അതായത് കൈസ് ഇതാണ്, ഇതിങ്ങനെ അനങ്ങണം. ഇത് അനങ്ങൂല. നമ്മളുടെ വൈബ്രേഷൻ ആണ്. പക്ഷെ നമ്മൾ വിചാരിക്കും അനങ്ങണുണ്ടെന്ന്, പക്ഷെ ഇല്ല. അപ്പൊ പിന്നെ അതാണ്ട് ഇവിടെ നമുക്ക് ഇതില്ല. ഇവിടെ മറ്റേ 512 ആണെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് വരും. ഓ പിന്നെ 2 പോർട്ടേ ഉള്ളൂ. അതാണ്ട് ഇത് 2 പോർട്ട്. ഈ 2 USB 3-ഉം USB 2-ഉം പിന്നെ മറ്റേ ഹെഡ്ഫോൺസ് ജാക്കും. ഇത് സ്പീക്കറും. ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്പീക്കർ. ഈ ഒരു സൈഡിൽ 2 സ്പീക്കർ. പിന്നെ USB 3.1 ഡിസ്പ്ലേ പോർട്ടും ആണ്. നിങ്ങൾക്ക് അതെല്ലാത്തിലും ഉണ്ട്. മാക്കിലെല്ലാം ഉണ്ട് സാർ ബ്രോ. എടാ പക്ഷെ ഒരു കാര്യം എടാ, ഇത് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും കൈസ് ലിറ്ററലി നമ്മളൊരു നോർമൽ ഒരു മാക്ബുക്ക് ഒരു ബേസ് റേഞ്ച് 13 ഇഞ്ച് കയ്യിലിരിക്കണൊക്കെ. അതായത് ഇതുപോലത്തെ ഒരു കഫേയിലൊക്കെ വന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, അത്യാവശ്യ കാര്യങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ, പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാക്കാനും ഇങ്ങനെ ഇരിക്കും. ഒരു കഫേയിലിരുന്ന വന്നിരുന്നോളൂ. ഇതില്ലെന്നേ ഉള്ളൂ. സനിബ്രോടുള്ള എയർ അല്ലേ? അല്ല മാക്ബുക്ക് ഉണ്ടല്ലോ. നല്ല സാധനം കേട്ടോ. നല്ല സാധനം. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ഓ എന്റെ ആളിയാ. ഞാൻ കാര്യമായിട്ട് പറയട്ടെ, 47,000 രൂപയ്ക്ക് ഇത് സ്റ്റീലാണ്. 47,000 രൂപയ്ക്ക് അത് ഭയങ്കര. അമേരിക്കയിൽ നിന്ന് നിങ്ങൾ ആർക്കെങ്കിലും ഈ സാധനം ആ പൈസ ഏതേ നാട്ടിലെ സെയിം ആണല്ലേ? പക്ഷേടാ ഒരു വിൻഡോസ് ലാപ്ടോപ്പ് ഇത്രയും കിട്ടും ബിൽഡ് ക്വാളിറ്റി ഇല്ല ഈ ഒരു പ്രൈസ്. കാടിന്റെ ഇടയിലൊക്കെ പോയിരുന്ന നല്ല രസം.
സനുബ്രക്ക് ഇപ്പൊ ഇത് വേണം. സോ ഇതിനെപ്പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. എന്തായാലും അൺബോക്സ് ചെയ്ത മിസ്റ്റർ കാർത്തിക് സൂര്യക്ക് കൂടെ നിന്ന് എനിക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ പേരിൽ നന്ദി. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു യുവർ ഫേവറേറ്റ് ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. മാക്ബുക്ക് നിയോ നല്ല പച്ച കളർ സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് മാത്രമല്ല ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 256 GB വേരിയൻ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഫിംഗർ പ്രിൻ്റ് വെച്ച് ചാടിക്കയറണ പരിപാടി നടക്കൂല. എന്താണെങ്കിലും ലാപ്ടോപ്പ് എങ്ങനെ ഉണ്ട് എന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നതെങ്കിൽ, ഒരു എൻട്രി ലെവൽ പരിപാടികൾ ചെയ്യാനായിട്ട്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഗാലക്സി ബുക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതേപോലെ ആപ്പിളിൻ്റെ ഉത്തരമാണ് ഈ ഒരു സാധനം. പക്ഷേ ഗാലക്സി ബുക്കിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഇൻ്റലിൻ്റെ ചിപ്സെറ്റാണ്. ഇൻ്റലിൻ്റെ i5ഉം i7ഉം i3 ഒക്കെയാണ്. നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്കത് മേടിക്കാൻ പറ്റും, പല പ്രൈസ് റേഞ്ചിൽ. ഇതിലാകെ ഇരിക്കുന്നത് ആപ്പിളിൻ്റേതായിട്ടുള്ള ഐഫോണിലിരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആപ്പിളിൻ്റെ 16 പ്രോയും പ്രോ മാക്സിലും വരുന്ന A18 Pro എന്ന് പറയുന്ന മൊബൈൽ ചിപ്സെറ്റ്, മൊബൈൽ സിലിക്കൺ ആണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഈ സാധനം എന്തുകൊണ്ട് ഞാൻ മൊബൈലിൽ ഇരിക്കുന്നതിന് അല്ല എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് 6 GPU കോറാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 5 എണ്ണേ ഉള്ളൂ. അങ്ങനെ ഒരു തരം ആപ്പിൾ എന്തിനാണത് കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനായാലും കൊടുത്ത് 6 കോർ GPU ഈ ഒരു ഇങ്ങനത്തെ ഒരു ലാപ്ടോപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തിനു കൊടുത്തില്ല എന്നെനിക്ക് മനസ്സിലായില്ല. പിന്നെ ഉള്ളത് 8 GB റാമിൻ്റെ ഒരു വലിയ ഡിബേറ്റാണ്. 8 GB റാം ആപ്പിളിനൊരു പുത്തരിയേ അല്ല. ആപ്പിൾ ആദ്യമായിട്ടൊന്നും അല്ല 8 GB റാം വെച്ചിട്ട് പ്രോഡക്റ്റ് ഇറങ്ങണത്. ആപ്പിളിൻ്റെ ഐമാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് കണ്ടിട്ടുണ്ടാവും. ഒരു സ്ക്രീനും മറ്റേ കീബോർഡും മൗസൊക്കെ വെച്ച് പറഞ്ഞ സനിക്കൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുത്ത സാധനം, അതിൽ 8 GB റാമേ ഉള്ളൂ. അതാരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത് 8 GB എന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താ, ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് 8 GB അവന്മാർക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ അറിയാം. നിങ്ങളൊരു ഭയാനക ഹെവി യൂസർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ റാമിൻ്റെ ഇഷ്യൂ വരത്തുള്ളൂ. ഇനി മെസ്സേജ് അയക്കരുത്. ഹെവി യൂസേജ് അങ്ങനത്തെ മൾട്ടി ടാസ്കിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഭയാനകമായിട്ടുള്ള കോഡിങ് ഒക്കെ ഇല്ലേ, അതായത് ഈ ഡെവലപ്പേഴ്സ് ഉണ്ടല്ലോ, ആപ്പ് ഡെവലപ്പേഴ്സ്, ഒന്നും അങ്ങനത്തെ ഉള്ളവരൊന്നും ഇത് മേടിക്കില്ല. ഞാൻ പറയാം, ഇതെന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കയിൽ ഉള്ള പിള്ളേർക്ക് വേണ്ടി ഇറക്കിയ ഒരു സാധനമാണിത്. $599 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 55,000 രൂപയാവും. അതാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. ഞാൻ ഇത് മേടിച്ചത് iPhone 4BS ആണ് കേട്ടോ. ഈ സാധനം നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ 57,900 രൂപയാവും. അതൊന്നും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ മേടിക്കാൻ പോവുകയാണെങ്കിൽ ഈ അണ്ണന് 69,900 രൂപയാണ്. ആ പൈസയ്ക്ക് ഇവിടെ വേറെ സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്. ഒന്നാമത്തെ കാര്യം, 70,000 രൂപയ്ക്ക് നമുക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുക്കണവന്മാർക്ക് എല്ലോക്കി ഉണ്ട്. മറ്റെന്തൊരു കൂതറ മറ്റേ എയ്സറിൻ്റെ നൈട്രോ ഉണ്ട്, അത് എടുക്കല് അതുണ്ട്. HP വിക്ടസ് ഉണ്ട്. ഗെയിമിങ്ങിൻ്റെ കേസ് കേട്ടോ. ഗെയിമിങ്ങിൻ്റെ PC തന്നെ അത്യാവശ്യം നമുക്ക് എഡിറ്റിങ്ങും ഈ പറയുന്ന ഹെവി ടാസ്കും ചെയ്യാം. ബിക്കോസ് ഗ്രാഫിക്സ് കാർഡും നല്ല മറ്റേ GB റാമും ഒക്കെ വെച്ചിട്ടാണ് ആ എണ്ണം വരണത്. 512 GB SSD വേണമെങ്കിൽ ചില ലാപ്ടോപ്പിൽ നമുക്ക് റാം കൂട്ടുകയും ചെയ്യാം. വേണമെങ്കിൽ ഒരു 16 കൂടെ മേടിച്ചിട്ടിട്ട് ഇപ്പോഴത്തെ രീതിയിൽ പോയി മേടിക്കാൻ പോയാൽ ജട്ടി കയറും. പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് പോയി മേടിക്കാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വിൻഡോസ് ലാപ്ടോപ്പിൽ കിട്ടും. അത് മാത്രമല്ലടേ, യവന്മാരെ എയർ കിട്ടും. നിങ്ങൾ ഫ്ലിപ്കാർട്ടിലൊക്കെ കയറി നോക്കിയാണ് M3 ഒക്കെ വെച്ച് വരണ മാക്ബുക്ക് എയറിന് 70,000 ഉള്ളൂ. ഈ M2 ഇതും M2 ഏകദേശം ഒരേ ഇതാണ്. പെർഫോമൻസിൻ്റെ രീതി നോക്കുമ്പം മൾട്ടി കോർ ആയിക്കോട്ടെ, സിംഗിൾ കോർ ആയിക്കോട്ടെ, ഏകദേശം M2യുടെ ഒരു പവറാണ് ഇതിൽ വരുന്നത്. മറ്റേതിൽ 16 GB റാമാണ് ഈ പറയുന്ന മാക്ബുക്ക് എയറിൽ. അപ്പോൾ എങ്ങനെ നോക്കിയാലും അതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. ഞാൻ അതാണ് പറഞ്ഞത്, അമേരിക്കയിലുള്ള കൊച്ചു പിള്ളേർക്ക് വേണ്ടി ഇറക്കിയ അണ്ണനാണ് ഈ അണ്ണൻ. അണ്ണൻ്റെ ഒരു വേറൊരു ഗുണമുണ്ട്. അമേരിക്കയിലെ കൊച്ചു പിള്ളേർ അവരൊക്കെ മറ്റേ കാർഡില്ലേ, സ്റ്റുഡൻറ്റ് കാർഡ് കാണിച്ചു $100 പിന്നെയും കുറേ $499 കിട്ടും. അതെന്ന് പറയുമ്പോൾ 47,000 രൂപയായി.
ഞാൻ ഈ പറഞ്ഞ കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്ലസ് ടുവിലും പ്ലസ് വണ്ണിലും പഠിക്കുന്ന പിള്ളേരല്ല. ഈ 13 വയസ്സായിട്ടുള്ള അവിടെ നിന്ന് അവരെ സ്കൂൾ കാലഘട്ടം കഴിയണവരെ അവർക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. നോട്ട്സ് ടൈപ്പ് ചെയ്യാനും അത്യാവശ്യം ഫോണിലൊക്കെ പിള്ളേരൊക്കെ എടുക്കുന്ന റീലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫോണിൽ ഐഫോൺ വെച്ചായിരിക്കുമല്ലോ, ഐഫോൺ യൂസ് ചെയ്യുന്നവർ ഇതെടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെയൊക്കെ റീലൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ കാരണം ഒരു രക്ഷയില്ല. ക്യാപ് കട്ട് വർക്ക് ചെയ്യും, മറ്റേ എന്തൊരു iMovie വർക്ക് ചെയ്യും, ഫൈനൽ കട്ട് പ്രോ വരെ എൻ്റെ അകത്ത് വർക്ക് ചെയ്യും, macOS ഇരിക്കണമുണ്ടേ. അതുകൊണ്ട് നിങ്ങൾക്ക് അവർ സത്യം പറഞ്ഞാൽ ഇവന്മാർ നൈസ് കളിയാണ് കളിച്ചത്. ഇത് അമേരിക്കൻ മാർക്കറ്റാണ്. അതായത് ഈ പിള്ളേർ ഇതിൽ യൂസ്ഡ് ആവും. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ മറ്റേ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുമ്പോൾ നമ്മൾ വിൻഡോസ് യൂസ് ചെയ്താണ് നമ്മൾ വിൻഡോസ് യൂസർ ഫ്രണ്ട്ലിയിലോട്ട് നമ്മൾ മാറിയത്. നമുക്ക് അന്നൊന്നും മാക്ക് എന്തിനാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അന്നത്തെ കാലത്ത് അങ്ങനെ തന്നെ സ്കൂളിലൊന്നും അങ്ങനെയൊന്നും മാക്കൊന്നുമില്ല, മാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ പിള്ളേർ കൊച്ചിലേ തൊട്ട് മാക്ക് OSഉം മാക്കിൻ്റെ സാധനങ്ങളുമായിട്ട് യൂസ്ഡ് ആവും. പിന്നെ ആ പിള്ളേർ വിൻഡോസ് പോയി എടുക്കൂല. അവർ വലുതാവുമ്പം ഇവന്മാരെ തന്നെ ഈ അന്തകാലത്തുള്ള M സീരീസ് വെച്ചിട്ടുള്ള മാക്ബുക്ക് പ്രോ, മാക്ബുക്കിൻ്റെ പല അല്ലാത്ത മറ്റേ പ്രോ ചിപ്സെറ്റ്, അൾട്രാ ചിപ്സെറ്റ്, മാക്സ് ചിപ്സെറ്റൊക്കെ മേടിക്കും അവരെ യൂസിനാറിയോ അനുസരിച്ച്. അല്ലെങ്കിൽ അവർ എയറിലോട്ട് ചാടും. എങ്ങനെ അതാണ് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു എൻട്രി ലെവൽ കൊച്ചു പിള്ളേർക്ക് അമ്മ ഫോക്കസ് ചെയ്യണ സാധനമാണ്. നമ്മളെ നാട്ടിലെ കൊച്ചു പിള്ളേർ 70,000 രൂപയ്ക്കൊന്നും ഇവിടുത്തെ ഒരു പാരൻറ്റും അവർക്ക് ഒരു സാധനം മേടിച്ചുള്ളൂ. ഞാൻ തന്നെ ഇവിടെ കുറേ കൊച്ചു പിള്ളേർ എന്നെ കമൻറ്റ് ചെയ്യാറുണ്ട്, ബ്രോ 30,000-ന് 35,000 അതാണ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് അവരെ പാരൻസ് അലൗട്ട് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റ്. ആ പൈസയ്ക്ക് വിൻഡോസേ കിട്ടും നമ്മളിവിടെ, അതും മറ്റേ i3. അവിടെ പക്ഷേ അവിടുത്തെ ആൾക്കാർക്ക് EMIയും അങ്ങനത്തെ അവിടെ ഈ അമേരിക്കയിലും ബാക്കിയുള്ളവർക്ക് ഈ സാധനം ഭയങ്കര എളുപ്പമാണ് മേടിക്കാൻ. ഇവിടുത്തെ പോലെ അല്ല. ഇവിടെ നമ്മൾ ഇത് ഭയങ്കര ഓവർ പ്രൈസാണ് ഈ സാധനം. 70,000 രൂപയ്ക്കൊന്നും ഇല്ല അണ്ണായി. 70,000 രൂപയ്ക്ക് ദൈവത്തിന് ഓർത്ത് ഇതെടുക്കരുത്. പിന്നെ ചില ആൾക്കാരുണ്ട് പച്ച കളർ, പിങ്ക് കളർ, നീല കളറൊക്കെ. അതായത് സാധാ മാക്ബുക്ക് എയറിൽ കളർ പരിപാടിയൊന്നുമില്ല, സിൽവറും ബ്ലാക്കും ഇത്രയേ ഉള്ളൂ. ഇതാകുമ്പോൾ ഞാൻ പറയില്ല, ഈ കഫേയിലൊക്കെ പോയിരുന്ന് ഈ നിങ്ങൾ കണ്ടിട്ടുള്ള കാപ്പിയൊക്കെ കുടിച്ചിട്ട് ജോലി ചെയ്യണവരെ ഇമെയിൽ അയക്കുക, കോണ്ടൻറ്റ് റൈറ്റിംഗ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന അവരങ്ങൾ കണ്ട് അവർക്കൊക്കെ പറ്റിയ സാധനമാണ്. ഒരു കുഴപ്പമില്ല, സിമ്പിളായിട്ട് നടക്കും. ഓൺ ദ ഗോ സിനിമ കാണാൻ കൊള്ളാം. പിന്നെ ഡിസ്പ്ലേ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. 500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്തോ വരുന്നുണ്ട്. LCD പാനലാണ്. കളർ ആക്യുറസി കുറവാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോഷോപ്പും മറ്റേ ഡാവിഞ്ചിയിൽ കളറടിക്കാനൊക്കെ നടക്കൂല എന്നല്ല, നടക്കും, പക്ഷേ ആക്യുറേറ്റ് ആയിരിക്കില്ല. ഇതിൽ നിന്ന് ചെയ്തിട്ട് അതിൽ ഫോണിൽ ഇടുമ്പോൾ വേറെ വല്ലതൊക്കെ വരും കളറ്. അങ്ങനത്തെ ഒരു കളർ ആക്കി. അതായത് DCI-P3 കുറവാണ്. എനിക്ക് 92 അത്രയൊക്കെ ഉള്ളൂ. മറ്റേ sRGB അത്യാവശ്യം 97, 96 എന്തോ ഉണ്ട്. പക്ഷേ DCI-P3 കുറവാണ്. അതുകൊണ്ട് നമുക്ക് കളർ ആക്യുറേറ്റ് ആയിരിക്കില്ല ഡിസ്പ്ലേ. ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, നല്ല ഡിസ്പ്ലേ ആണ്. പിന്നെ ട്രൂ ടോൺ എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കാറില്ല. അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഉണ്ട്. അതായത് നമ്മുടെ ഈ മറ്റേ ഇത് അടിക്കണ അനുസരിച്ച് ലൈറ്റ് കൂടുകയും കുറയാൻ ചെയ്യണ സാധനം. അത് രാത്രിയൊക്കെ ഇരുന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ഡിമ്മാവും. അങ്ങനെ ഒരു സമയം ട്രൂ ടോൺ ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതിൽ എനിക്ക് എടുത്ത് പറയുന്നത് മൗസാണ്. മൗസ് ട്രാക്ക് മറ്റേത് മെക്കാനിക്കലാണ്. മറ്റേത് യൂഷ്വലി മാക്ബുക്ക് എയറിൽ തൊട്ട് മറ്റേ ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ്. അത് നമ്മൾ വിചാരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യണം, പക്ഷേ ഒരു വിറയലാണ് അവിടെ സംഭവിക്കുന്നത്. നല്ല രസമാണ്. പിന്നെ ഇതിൽ മറ്റേ മൾട്ടി ടച്ച് പരിപാടിയൊക്കെ ഉണ്ട്. മറ്റേ ഇങ്ങനെ ചെറുതാക്കുക വലുതാക്കുക ആ പരിപാടിയൊക്കെ ഉണ്ട്. കീപാഡ് കീഴിലും സെയിം നമ്മുടെ മാക്ബുക്കിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം കീപാഡാണ് അവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ഞാൻ പറയില്ല മറ്റേ 512 ആകുമ്പോൾ ഇവിടെ ഒരു ഇത് വരും, ഫിംഗർ പ്രിൻറ്റ് മറ്റേത് വരും, സെൻസർ. അല്ലാത്ത വശം ടൈപ്പിംഗ് എക്സ്പീരിയൻസും ബ്രൗസിങ് എക്സ്പീരിയൻസിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഈ പറയുന്ന റാമും വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ പറയും നമ്മുടെ യൂസിനാറി അനുസരിച്ചിരിക്കും. പിന്നെ ഇതിൻ്റെ SSD അവർ കൊടുത്തിരിക്കുന്നത് ഭയാനക സ്ലോ ആണ്. റീഡ് റൈറ്റ് സ്പീഡൊക്കെ 1000 ഒക്കെ കിട്ടുന്നുള്ളൂ. യൂഷ്വലി മാക്ബുക്ക് എയറിൽ തന്നെ 2000, 2500 ഒക്കെയാണ് റീഡ് റൈറ്റ് സ്പീഡ് കിട്ടുക. സോ ദാറ്റ് മീൻസ് SSD യൂസ് ചെയ്തിരിക്കുന്നത് കുറവാണ്. അവർ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ ചവിട്ടിയിട്ടുണ്ട്. അവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 256 GB സാധനം ഒരു 150, 160 ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ പണി തുടങ്ങും. മനസ്സിലായ? അതിന് ഏത് മാക്ക് ആയിക്കോട്ടെ, എന്ത് ഒപ്റ്റിമൈസ്ഡ് ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റോറേജ് കൂടുന്നതനുസരിച്ച് ഇറ്റ് വിൽ അഫക്റ്റ് ദ പെർഫോമൻസ് ഓഫ് ദ ഫോൺ. ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് എല്ലാം ചെറുതായിട്ടൊക്കെ ഒരു ലാഗും സ്ലോയും ഒക്കെ ആവും. പിന്നെ നമ്മളൊരു ഫുട്ടേജ്, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞു, നമ്മൾ സോണിയിലൊക്കെ എടുക്കണ ഇതേപോലെ എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഇതൊക്കെ എടുത്ത് ഞാൻ അതിലോട്ട് ഇട്ടിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും.
ജസ്റ്റ് എഫക്ട്സ്, ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഇല്ലേ, ഉയ്യോ. ഞാനിപ്പോൾ കുറേ എണ്ണം വരും, മറ്റേ സായിപ്പ് പറഞ്ഞ് ഇത് കിടിലുമാണെന്ന്, നീ ഒന്നും ഉണ്ടാക്കണോ, നിനക്കൊന്നും അറിഞ്ഞു എന്നിങ്ങനെ പറഞ്ഞ് വരും ആൾക്കാർ. അങ്ങനെയുള്ളവന്മാർ സത്യമായിട്ട് ഞാൻ നിനക്ക് ചലഞ്ച്, നീ ഇത് മേടിക്കോ ഏറെ മേടിക്കോ, എനിക്ക് ഇത്ര ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഒരേ പ്രൈസാണ് ഏകദേശം, നീ ഏത് മേടിക്കും? എന്നെ പറ്റേ പ്രൂവ് ചെയ്യാൻ റോങ് ആക്കാനൊന്നും നീ അങ്ങനത്തെ മണ്ടത്തരം കാണിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ സഹോദര. പക്ഷേ ഇതിൻ്റെ അകത്ത് ആഫ്റ്റർ എഫക്ട്സ്, പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അനിമേഷൻ സാധനം, ട്രാൻസിഷൻ, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആ ഒരു റെൻഡർ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ മറ്റേ ലൈവ് പ്രിവ്യൂ, അത് ഭയങ്കരമായിട്ട് സ്റ്റക്ക് ആവുന്നുണ്ട്. നല്ല സമയമെടുക്കും റെൻഡർ ചെയ്ത് കിട്ടാൻ. അതൊക്കെ റിയാലിറ്റിയാണ്. അതൊക്കെ ഞാൻ അതിലോട്ട് പോവാത്ത അതുകൊണ്ടാണ്, അതായത് ഇതിൽ ഒരുപാട് സാധനങ്ങൾ ചെയ്യാം എന്ന് ഞാൻ പറയാത്തതിൻ്റെ കാരണം. പിന്നെ ഗെയിമിങ് ഞാൻ അതിനെപ്പറ്റി പറയുന്നതേ ഇല്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വളരെ സ്ലിമ്മായിട്ടുള്ള സാധനമാണ്. ഇതിനകത്തൊരു ഫാൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഗെയിം കളിക്കുമ്പം മെയിനായിട്ടും ഫാൻ വർക്കാവും എന്നാൽ മാത്രം അത് തെർമൽ എന്ന് പറയാം. അതായത് നമ്മുടെ ഈ ഗെയിമിംഗ് ലാപ്ടോപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇവിടെ ഒരു ഓട്ട, ഇവിടെ ഒരു ഓട്ട വരും, പിന്നെ താഴെ മൊത്തം ഓട്ടയായിരിക്കും. അതെന്തെന്ന് പറഞ്ഞാൽ ചുമ്മാ കളിക്കാൻ വെച്ചേക്കണല്ല, എന്നല്ല മറ്റേ ഓട്ട വെറുതെ അമ്മമാർ ഇടണമല്ല, ഇവിടെ നിന്ന് എയർ എടുത്തിട്ട് കൂൾ ചെയ്തിട്ട് ഇവിടെ നിന്ന് അടിച്ച് കളയണതാണ്. സോ ദാറ്റ് യു ക്യാൻ അത് തെർമലിനെ കൂൾ ചെയ്ത് വെക്കുക. അതായത് ഈ പറയുന്ന CPU-നെയും GPU-നെയൊക്കെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഓട്ട ഇട്ടേക്കണം. ഇതിലെവിടെയെങ്കിലും നിങ്ങൾ ഓട്ട കാണുന്നുണ്ടോ? ഇത് സ്പീക്കറാണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. സ്പീക്കർ അത്യാവശ്യം കുഴപ്പമില്ല, ഭയങ്കര ലൗഡൊന്നുമല്ല. നമ്മുടെ മാക്ബുക്ക് പ്രോ, മാക്ബുക്ക് എയറിൻ്റെ ഒന്നും അത്രയൊന്നും വരുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ല. ഹെഡ്ഫോൺസ് ജാക്ക് കൊടുത്തിട്ടുണ്ട്, 2 പോർട്ട് കൊടുത്തിട്ടുണ്ട്. വേറൊരു കോമഡി ഉണ്ട്, 2 പോർട്ടേ ഉള്ളൂ, ഒരെണ്ണം USB 2-ഉം ഒരെണ്ണം USB 3-യും. ഇത് വെച്ചിട്ട് ഡിസ്പ്ലേയിലോട്ട് കണക്ട് ചെയ്യാമെന്ന് പറയും. അതായത് നിങ്ങളതിൽ മോണിറ്ററും കീബോർഡും മറ്റേ മൗസും ഉണ്ടെങ്കിൽ ഇതിനെ മേടിച്ചിട്ട് ഞാൻ മറ്റേ കമ്പ്യൂട്ടറാകാൻ എൻ്റെ പൊന്നു മക്കളെ ചെയ്യില്ലേ. 59,000 രൂപയ്ക്ക് മാക്ബുക്ക് മിനി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും കേട്ടോ. അതിൽ ആ ചെറിയ സാധനത്തിൻ്റെ അകത്ത് ഫാനുണ്ട്, ഇഷ്ടംപോലെ ഒരു തണ്ടർ ബോൾട്ടോ 2 തണ്ടർ ബോൾട്ടും ടൈപ്പ് സി ഇതുണ്ട്, HDMI ഉണ്ട്, എത്തർനെറ്റ് ഉണ്ട്, പല സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അത് മേടിക്കുക. നിങ്ങൾ ഇത് മേടിച്ചിട്ട് ഒരു മോണിറ്റർ മേടിച്ച് വെച്ച് കണക്ട് ചെയ്യാൻ ജീവിതത്തിനകത്ത് ചെയ്യരുത്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മൊബിലിറ്റിയാണ്, കൊണ്ട് നടക്കാമെന്ന്. പക്ഷേ ഇതിൽ ഡിസ്പ്ലേ പോർട്ട് വർക്കാവും. അതായത് ഒരു 4K മോണിറ്റർ നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യാം ഇത് വെച്ചിട്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റേ മിനി എടുക്കാനാണ്. വലിയ വിലയുമില്ല, ഇതിൽ നിന്നും 10,000 അതിൽ കുറവാണ്. ദാറ്റ് വിൽ ഗിവ് യു ബെറ്റർ പെർഫോമൻസ്. അതിൻ്റെ അകത്തിരിക്കുന്ന M4-ൻ്റെ ചിപ്പറ്റുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കൊള്ളൂല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അമേരിക്കയിലുള്ളവർക്ക് അവരുടെ കുട്ടികൾക്കും ഈ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കും പ്രസൻറ്റേഷനും ഇമെയിൽ അയക്കാനും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് പറ്റിയ സാധനമാണ്. വീഡിയോ കോൾ 1080p ഒരു ക്യാമറ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ മറ്റേ സെൻട്രൽ സ്റ്റേജും അങ്ങനത്തെ പണിയൊന്നുമില്ല. അത്യാവശ്യം നല്ല ഒരു 1080p ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കോൺഫറൻസ് ചെയ്യാനും സൂം മീറ്റിങ്, മറ്റേ വർക്ക് സ്കൂൾ ഫ്രം ഹോം ഒക്കെ ചെയ്യുമ്പം ടീച്ചറിന് വന്ന് കാണാനൊക്കെ ആയിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഫ്രണ്ടിലുള്ള ഈ ചെറിയ മറ്റേ സാധനം ക്യാമറ. ഹലോ ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മളുടെ 1080p വീഡിയോ ഫ്രം മാക്ബുക്ക് നിയോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാണ്. അങ്ങനത്തെ പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്റ്റുഡിയോ ലൈറ്റിങ്ങിന് കൊടുക്കാം ഈ ഒരു എഫക്റ്റ്. നിങ്ങൾക്ക് മറ്റേ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. എഡ്ജ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അത് പുതിയൊരു പരിപാടിയാണ്. അത് നമുക്ക് ഒരു രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ലൈറ്റ് കുറഞ്ഞ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ എഡ്ജ് ലൈറ്റ് വെച്ചിട്ട് ലൈറ്റ് അടിക്കാം. നല്ല രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. മനോഹരമായ ഒരു പരിപാടി. നമുക്കിത് കൂട്ടൊക്കെ ചെയ്യാം. ഉണ്ട് കൂട്ടണനുസരിച്ച് അത് ഇരുട്ടത്താണെങ്കിൽ കറക്റ്റായിരിക്കും. അതിൽ വാം ടോണും ഉണ്ട്, ഇതും ഉണ്ട്. നല്ല വെളിച്ചമെങ്കിൽ വെളിച്ചം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, കറക്റ്റ് കാണിച്ചു തരാം. എൻ്റെ അടുത്താണ് ആ കളി. ഇരുട്ടാവും മകനീ. ഓക്കെ, അത്യാവശ്യം ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ഉണ്ടാ, ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ഉണ്ടാ എവിടെ? ഇനി സെറ്റ്. എന്നിട്ട് ഇതും കൂട്ടണം കേട്ടോ. അതായത് ബ്രൈറ്റ്നസ്സും കൂടെ കൂട്ടിയാലേ കാര്യം നടക്കും. വേണ്ട, എഡ്ജ് ലൈറ്റ് ഓൺ, എഡ്ജ് ലൈറ്റ് ഓഫ്, എഡ്ജ് ലൈറ്റ് ഓൺ, എഡ്ജ് ലൈറ്റ് ഓഫ്. ഓക്കെ, ഇതേപോലത്തെ രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിൽ
നിങ്ങൾക്കിത് എടുക്കാം. പിന്നെ സെൻട്രൽ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ പരിപാടി ഇല്ല കേട്ടോ, അത് ഓഫ് ചെയ്തു. പിന്നെ റിയാക്ഷൻസ് മറ്റേ തംസപ്പ് അടിക്കുമ്പം എന്താ ഇരുവിലി ആ ആ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ ഹാർട്ട് കാണിക്കുമ്പം മറ്റേ ഹാർട്ട് പോവും, അങ്ങനെയൊക്കെയുള്ള പരിപാടി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇതേപോലെ പർപ്പിൾ കളർ കൊടുക്കാം, നിങ്ങൾക്ക് സൂപ്പർ പോലെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, ഇതേപോലത്തെ ഒരു ഹോള് കൊടുക്കാം. നിങ്ങൾക്ക് തന്നെ ഫോട്ടോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അങ്ങനത്തെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പരിപാടിയും ഇതിൽ വരണുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇത് ചെയ്യാം. പക്ഷേ ഇതാണ് നിങ്ങളൊരു ഓഫീസ് മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ നല്ലൊരു വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റി കിട്ടും. വെളിച്ചമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ. സെൻട്രൽ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ പരിപാടിയില്ല. മറ്റേ നമ്മളിങ്ങനെ മൂവ് ചെയ്യണ അനുസരിച്ചിട്ട് ക്യാമറ നമ്മൾ ഫോക്കസ് ചെയ്യണ പരിപാടിയൊന്നും നെഗിയാണ്. ബട്ട് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാമറയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എനിക്കിതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഊരി കഴിഞ്ഞാണല്ലോ, ഇതെല്ലാം സ്ക്രൂവിലാണ് വെച്ചേക്കുന്നത്. ഈ സ്ക്രൂ ഊരി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബാറ്ററീനെ അവർ സ്ക്രൂ ചെയ്താണ് വെച്ചേക്കുന്നത്. മറ്റേത് യൂഷ്വലി നമ്മളെ ബാക്കിയുള്ള എയറിലും പ്രോയിലൊക്കെ മറ്റേ കുറേ പശയൊക്കെ വെച്ച് ഒട്ടിച്ച് പ്രാന്താക്കിയിട്ടാണ്. ഇതിൽ പെട്ടെന്ന് ബാറ്ററി മാറ്റാം. പിന്നെ ബാറ്ററി ലൈഫും ഞാൻ പറയില്ല, നിങ്ങളുടെ ഒരു കാഷ്വൽ യൂസൊക്കെ ആണെങ്കിൽ ഒരു അത്യാവശ്യം നല്ല രീതി 10-12 മണിക്കൂർ സ്ക്രീൻ ടൈം കിട്ടും. പിന്നെ എനിക്ക് 36 വാട്ട് അവറിൻ്റെ ബാറ്ററി എന്താണ് ഇരിക്കുന്നത്. 9000 സംതിങ് mAh ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. പിന്നെ എല്ലാം മോഡുലറാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇത് മോഡുലറാണ്. ഈ ടൈപ്പ് സി കണക്ടർ മോഡുലറാണ്, ഹെഡ്ഫോൺസ് ജാക്ക് മോഡുലറാണ്, ഈ 2 സ്പീക്കർ ഇളക്കാം, എല്ലാം സ്ക്രൂ ചെയ്തിട്ടാണ് അകത്ത് വെച്ചേക്കുന്നത്. മദർ ബോർഡ് ഒരു സിംഗിൾ സാധനമാണ്, സിമ്പിളായിട്ട് എന്തെങ്കിലും മദർ ബോർഡിന് പറ്റിക്കഴിഞ്ഞാൽ മാറ്റാം. മദർ ബോർഡിലാണ് റാമും SSD ഒക്കെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് നൈസായിട്ട് ആ മദർ ബോർഡിനെ നിപ്പിലൊക്കെ എളുപ്പത്തിലൊക്കെ മാറ്റാം. അപ്പോൾ റിപ്പയറബിലിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഈ സാധനം ഫീൽ ചെയ്തത്. നിങ്ങൾ iFixitൻ്റെയൊക്കെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിൻ്റെ ഒരു ടിയർ ഡൗൺ ഒരു പരിപാടി അവർ വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് വെരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ റിപ്പയറബിലിറ്റിയും കാര്യങ്ങളും നൈസാണ്. പിന്നെ ഈ ഒരു പച്ച കളർ ലുക്ക് അടിപൊളിയാണ്. നിങ്ങൾക്ക് ലുക്ക് വേണം, കുറച്ചും കൂടെയൊക്കെ ഫാഷനബിൾ ആയിട്ടുള്ള ഒരു പയ്യനോ പെങ്കൊച്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം എടുക്കാം. എനിക്ക് മറ്റേ ബോറായിട്ടുള്ള വെള്ളയും കറുപ്പും വേണ്ട, എനിക്ക് പച്ച വേണം, പിങ്ക് വേണം, നീല വേണം എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു സാധനത്തിനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ മൈക്ക് എവിടെ ഇരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്ക് കണ്ട് ഇവിടെയാണ് ഇരിക്കണത്. മൈക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് വെരി നൈസ്. എനിക്ക് അത്യാവശ്യം നല്ല ഒരു എൻട്രി ലെവൽ മാക്ബുക്ക് പോലെ ഫീൽ ചെയ്ത്. ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി ഗുഡ്. എനിക്കങ്ങനെ മോശമൊന്നും പറയാനൊന്നുമില്ല. വളരെ നല്ല ഒരു ലാപ്ടോപ്പ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കോമ്പറ്റീഷൻ ആപ്പിളിൽ തന്നെ ഉണ്ട്. അത് മാക്ബുക്ക് എയർ M3 ആണ്, M2, M3, M4. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ കാശിട്ടിട്ട് അത് മേടിക്കണയാണ് ബുദ്ധി. എന്തായാലും EMI അല്ലേ, മാസം തോറും കാശ് പോകും. ഇതിനെ കാട്ടി അത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടെ നിൽക്കും. ഇത് ഞാൻ പറഞ്ഞ നാളെ നിന്നിട്ട് അടിച്ചു പോകുന്നല്ല. മറ്റേത് 16 GB ആണ് മിനിമം. അപ്പോൾ അതിൻ്റേതായൊരു വാല്യൂ ഉണ്ടടേ. എക്സ്ട്രാ റാം എന്ന് പറയുന്നത് എന്നും നല്ലതാണ്. അല്ലാതെ ചുമ്മാ ബാക്കിയുള്ള സായിപ്പന്മാർ വന്ന് പറയണ പോലെയൊന്നും അല്ല എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്തായാലും എനിക്ക് പ്രോഡക്റ്റിലൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഈ പ്രോഡക്റ്റ് അമേരിക്കയിലെ പ്രൈസിന് ഇവിടെ ഇറക്കിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. പക്ഷേ അല്ലാത്ത സ്ഥിതിക്ക് ഇതിന് സെയിലിൽ വന്നിട്ട് ആ പ്രൈസ് ആയാൽ ഓക്കെ. അവിടെയും ഞാൻ പറഞ്ഞ പോലെ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്നും മനസ്സിൽ വെച്ചേക്കുക. ഗെയിമിംഗ് ബ്രോസ് ഒന്നും ദൈവത്തിനകത്ത് എടുക്കരുത്. വിൻഡോസിൻ്റെ സാധനങ്ങളൊക്കെ ഇതിലൊക്കെ ഇടാൻ പറ്റും കേട്ടോ. അതായത് നമുക്ക് എമുലേറ്റർ വെച്ചിട്ട് വിൻഡോസിലുള്ള സ്റ്റീമൊക്കെ നമുക്ക് ഇതിലോട്ട് അടിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ അതാണ് ഗെയിമിങ് പറ്റൂല. അതേപോലെ ഫോട്ടോഷോപ്പൊക്കെ ചെയ്യാൻ പറ്റൂല എന്നൊന്നും ഇവിടെ ആരൊന്നും പറയുന്നില്ല കേട്ടോ. ഇതിൽ എല്ലാം അത്യാവശ്യം ചെയ്യാം. പക്ഷേ ഇറ്റ് വോണ്ട് ബി ആസ് സ്മൂത്ത് ആസ് എൻ എയർ ഓർ എ മാക്ബുക്ക് പ്രോ, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ വിൻഡോസിൻ്റെ കുറേ ഗെയിമിംഗ് PCയും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിലുണ്ട്. അതും ഈ പറഞ്ഞ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളും. പിന്നെ ആകെ ഭയങ്കര വെയിറ്റ് ആയിരിക്കും, 2.5 കിലോ ആണ്. ഇതിലാകെ എനിക്കൊന്ന് ഇതിനൊരു
1.2 കിലോ എന്തേ ഉള്ളൂ, ഈസി ആയിട്ട് കൊണ്ട് നടക്കാം. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഒരു ലുക്കാണ്, ആൾക്കാർ നോക്കും, നല്ല പച്ച കളർ എന്ന് നോക്കും. അപ്പോൾ അതാണ് നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങളുടെ ഒരു ഐഡിയയിൽ. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മേടിക്കാം. മേടിച്ചവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഡെഫിനറ്റ്ലി ഇതിൽ രേഖപ്പെടുത്തണം. അതാകുമ്പോൾ ആൾക്കാർക്ക് ഈ ഒരു കമൻറ്റ് ബോക്സ് വന്ന് വായിച്ചിട്ട് അവർക്കത് ഇത് മേടിക്കണോ വേണ്ടേ എന്നുള്ള ഡിസിഷനിൽ എത്താൻ പറ്റും. അത് മസ്റ്റായിട്ട് വിടണം കേട്ടോ. എൻ്റെ ഇതാണ് ഞാൻ ഇത് പറഞ്ഞേക്കണം. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്, പ്രൊവൈഡഡ് നമുക്ക് അമേരിക്കയിലുള്ള സെയിം പ്രൈസിന് കിട്ടിയിരുന്നെങ്കിൽ വുഡ് ഹാവ് ബീൻ എ വെരി ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഞാൻ പറയാം, ഐഫോൺ ഫോബിയാസിൽ 57,000 സംതിങ്ങേ ഉള്ളൂ, 69,000 ബാക്കിയുള്ള ഷോറൂമിലൊക്കെ പോയാൽ 69,000 കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഫോൺ ഫോബിയാസിൽ പോകാം. ഞാൻ നോക്കിയപ്പോൾ തന്നെ അവിടെ ഇനിയൊരു പച്ചയും ഒരു നീലയും 2 സിൽവർ ഉരുപ്പുണ്ട്. ആവശ്യക്കാർ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക. അല്ലാത്തവർക്ക് ഇമാജിനിലോ ഫ്ലിപ്കാർട്ടിലോ മറ്റേതിരി ആപ്പിളിൻ്റെ ഷോറൂമുകളുണ്ടല്ലോ, ബാംഗ്ലൂരിലും ഡൽഹിയിലും ബോംബെയിലൊക്കെ, അവിടെയൊക്കെ പോയി എടുക്കുക. എന്നിടെ കൊച്ചിയിലൊക്കെ ഒരെണ്ണം കൊണ്ടുവരാം കേട്ടോ, ആപ്പിൾ ടീംസ്. അത് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് വല്ലതും പറ്റി കഴിഞ്ഞാൽ അവിടെ പോയി കുത്തിന് പിടിക്കുക. ഇവിടെ എപ്പോഴും മറ്റേ സർവീസ് സെൻ്ററൊന്നും ഇല്ല. അത് എന്താ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തരാണെങ്കിലും അത്യാവശ്യം നല്ലൊരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല സ്ലിമ്മാണ്, സ്ലീക്കാണ്. ഞാൻ ഈ ഒരു ബിൽഡ് ക്വാളിറ്റി വേറെ ലെവൽ, ഫുൾ മെറ്റൽ ബോഡിയേ. മറ്റവന്മാർ പറയണ മിലിറ്ററി ഗ്രേഡും തേങ്ങയൊന്നുമല്ല ഇത്. പിന്നെ വീണാൽ ചളുങ്ങയൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇതിലും ഫുൾ മെറ്റലാണെന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ട് തലയായിട്ട് അടിക്കരുത്. പക്ഷേ നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റിയുള്ള കിടിലൻ ലുക്കുള്ള ഒരു പച്ച കളർ ലാപ്ടോപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും, ലൈറ്റ് യൂസറാണെങ്കിലും, ടൈപ്പിങ്, ഇമെയിൽ അങ്ങനത്തെ സാധനങ്ങളാണെങ്കിലും, ബേസിക് ആയിട്ടുള്ള വെബ് ഡിസൈനിങ് അങ്ങനത്തെയൊക്കെ സാധനം, HTML വെച്ചിട്ടുള്ള വെബ് ഡിസൈനിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ ഈ സാധനം യൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്, ബട്ട് മേക്ക് ഷുവർ യു ഗെറ്റ് ഇറ്റ് ഫോർ എ ഡിസ്കൗണ്ടഡ് പ്രൈസ് റാദർ ദാൻ 70,000 രൂപ. 70,000 രൂപയൊക്കെ പുഷ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ കാശിട്ടിട്ട് മാക്ബുക്ക് എയർ മേടിക്കുക എന്നാണ് ഈ പാവപ്പെട്ടവന് പറയാനുള്ളത്. എൻ്റെ ലിമിറ്റഡ് നോളജ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഗൈസ്. അല്ല നമ്മളൊക്കെ മറ്റേ അവരെ നിങ്ങൾ വേറെ കുറേ പേരുണ്ട് ഗൈസ്, എല്ലാം അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അവരടുത്തൊക്കെ പോയി നിങ്ങൾ ചോദിച്ചിട്ട് അവർ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞു തരും. ഞാൻ പിന്നെ പാവമാണ്, എനിക്ക് ഉള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി, ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോണേ. ബൈ ടേക്ക് കെയർ, ലവ് യു ഓൾ.